ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്ലീച്ച് നമുക്ക് മുഖത്തിട്ടാലോ. നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു റിസൾട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. പക്ഷേ സ്കിന്ന് പെട്ടെന്ന് നാശമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ബ്ലീച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങാണ് നമുക്കിതിന് ഏറ്റവും പറ്റിയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഉരുളൻകിഴങ്ങ് നമ്മുടെ മുഖത്തെ ടാൻ മാറ്റുന്നത് മാത്രമല്ല നമ്മുടെ ആ കരിവാളിപ്പിനെയൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്ത് നല്ല റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ അധികം ആർക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ കാര്യം ചെയ്ത് നോക്കി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആ ഉരുളൻകിഴങ്ങ് തരുന്ന മാറ്റം അടിപൊളിയാണ് കേട്ടോ. ഇത്ര വലിയ ഉരുളൻകിഴങ്ങൊന്നും എടുക്കണ്ട. ഇവിടെ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. പകുതി എടുത്ത് നമ്മൾ വെള്ളം ചേർക്കാണ്ട് ഒന്നില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർച്ച് അടിയിലേക്ക് പോവും. മറ്റേ മുകളിൽ ആ വെള്ളം നിൽക്കുമല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് അത് രണ്ടും ആവശ്യമാണ് കേട്ടോ. രണ്ടും ഈ ഒരു കാര്യത്തിന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നല്ല രീതിക്ക് സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി വന്നിട്ട് നമുക്ക് ഈ ആദ്യത്തെ വെള്ളം ഉണ്ടല്ലോ, ഉരുളൻകിഴങ്ങിൻ്റെ ആദ്യത്തെ വെള്ളം, സ്റ്റാർച്ച് അല്ലാത്ത ആദ്യത്തെ വെള്ളം എടുത്ത് അതിലോട്ട് ഇച്ചിരി അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രബിങ് ആദ്യം കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം സ്ക്രബിങ് നമുക്കൊരു 2 മിനിറ്റ് നേരം സ്ക്രബിങ് കൊടുത്താൽ മതി. സ്ക്രബിങ് ചെയ്യുമ്പോൾ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഈ തുമ്പത്തും ഇവിടെയൊക്കെ നല്ല രീതിക്ക് ചെയ്യാൻ നോക്കുക. അതേപോലത്തെ കവിളത്ത് എന്തെങ്കിലും കുത്തുകൾ, മൂക്കൊരു വന്നിട്ടുള്ള കുത്തുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് സ്ക്രബിങ് കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് ബലം പിടിക്കൊന്നും വേണ്ട. അരിപ്പൊടിയുടെ ആ ഒരു തരി ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ സ്ക്രബിങ് കിട്ടും, നല്ല റിസൾട്ട് തന്നെ കിട്ടും. 2 മിനിറ്റ് നേരം ചെയ്യണ്ടു. അതിനുശേഷം ജസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ആ ഉരുളൻകിഴങ്ങിൻ്റെ മുകളിലത്തെ ആ നീരും ഇച്ചിരി ചേനയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മസാജ് കൊടുക്കാം കേട്ടോ. മസാജ് കൊടുക്കാം. മസാജ് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ആ ഒരു മസാജ് നമ്മുടെ മുഖത്ത് നല്ല രീതിക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ മുഖം കഴുകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യണത് ഒരു പാക്കാണ്. ആ പാക്കിനാണ് നമ്മൾ ആ ഒരു സ്റ്റാർച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർച്ചിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടി, ഇഷ്ടമുള്ളവർക്ക് അരിപ്പൊടി എടുക്കാം. നമ്മളിപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഒരു സ്ക്രബിങ് ചെയ്തത്. അരിപ്പൊടി നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. നമ്മുടെ മുഖത്തിന് നല്ലൊരു വൈറ്റനിങ് കൊണ്ടുവരാനായിട്ട് വളരെ സഹായമുള്ളൊരു സാധനമാണ് അരിപ്പൊടി. അരിപ്പൊടി ഏതിലൂടെ ഇട്ടാലും നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങിനും നല്ല റിസൾട്ട് തന്നെയാണ്, ആ നീരിനും. അപ്പോൾ ഇതും കൂടി കിട്ടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പാക്കിന് നമ്മളിനി വേറെ പൊടികളൊന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യാം, കടലമാവിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ അരിപ്പൊടി വെച്ചിട്ട് സ്ക്രബിങ് ചെയ്തത് കൊണ്ട് നമ്മുടെ മുന്നിൽ ആ ഒരു കാര്യം ഇരിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അരിപ്പൊടി എടുക്കുക, അടിയിലത്തെ ആ സ്റ്റാർച്ച് എടുക്കുക. നല്ല വെള്ള കളറിലാണ് കേട്ടോ കിട്ടുക സ്റ്റാർച്ച്. പിന്നെ മുകളിലത്തെ നീരെടുക്കേണ്ട കാര്യമില്ല കേട്ടോ, അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മുഖത്ത് സ്ക്രബിങ്ങിനും മസാജിനും എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു കുഞ്ഞു ഉരുളൻകിഴങ്ങാണെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞു ഉരുളൻകിഴങ്ങ് മുഴുവൻ എടുക്കുക. ഇത്ര വലുതാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പ്രാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പാക്ക്, ലാസ്റ്റ് പറയുന്ന പാക്ക് നിങ്ങൾ ഡെയിലി നമ്മുടെ മുഖത്ത് ഇടുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാ കരിവാളിപ്പും മാറി കിട്ടും. മുഖമൊക്കെ നല്ല ഗ്ലേസിങ് ആയിട്ട് വരാനും നല്ലൊരു ഗ്ലാസ് സ്കിന്നൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർച്ചിൻ്റെ കൂടെ അരിപ്പൊടി മിക്സ് ചെയ്യുക, ആ സ്റ്റാർച്ച് എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഇച്ചിരി ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി, അത് പകുതി എടുത്താൽ മതി കേട്ടോ. നല്ല രീതിക്ക് ഒരു കുഴമ്പ് പരുവത്തിലാക്കി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിപൊളിയാണ്. ആദ്യം മുഖത്ത് ചെയ്യാം, ഒന്ന് വലിഞ്ഞതിന് ശേഷം അതിൽ ബാക്കി ഉണ്ടാവും. അതും മുഖത്തിനും കഴുത്തിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുഖം വലിയും. ഉരുളൻകിഴങ്ങിൻ്റെ ആ ഒരു നമുക്ക് മുഖത്ത് വലിച്ചിൽ വരണം നമുക്ക് കാണാൻ. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ മുഖം വലിച്ചിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ പതുക്കെ ജസ്റ്റ് വെള്ളം തളിച്ചിട്ട് ഒന്ന് പതുക്കെ ഒരു മസാജ് കൊടുത്ത് മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് തന്നെ നമ്മൾക്ക് നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാം, വീട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലീച്ചുമായി ഒരു പാക്കുമായി. ഈ പാക്ക് നമുക്ക് ഡെയിലി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നലെ ഞാനൊരു പാക്ക് ഇട്ടതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഞാനിവിടെ നിന്ന് കാണിച്ചാലും ഇത്രയ്ക്കൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഓരോ പാക്കുകൾ നാച്ചുറലായിട്ട് ഇട്ടിട്ട് നമ്മുടെ മുഖത്ത് വലിയ ദോഷങ്ങളൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടൊന്നുമില്ല. നാച്ചുറൽ പാക്കാണ് കൂടുതൽ ഏറ്റവും
ബെസ്റ്റ്. ബ്ലീച്ച് ആയാലും ഇപ്പം നമുക്ക് കെമിക്കലായിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. 10 മിനിറ്റ് നേരം നമ്മൾ മുഖത്ത് ഇട്ടിട്ട് നമ്മൾ ചിരണ്ടി കളയണ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് 10 മിനിറ്റ് എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ മറന്നു പോയി 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും ചെറിയ ഹെയറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെള്ളമായി വെച്ചിട്ടിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യണേന് ഇരട്ടി വൃത്തികേടായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദോഷവും ഇല്ല, നമ്മുടെ സ്കിന്ന് അടിപൊളിയായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ഓവൽ ഷേപ്പിൽ മുറിച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിച്ചിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് നല്ലൊരു കുളിർമയും കിട്ടും. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവണം ആ കറുപ്പ് നിറം മാറാനും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അടുപ്പിച്ച് കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പിനൊക്കെ ഒരു വിധമൊക്കെ നല്ല രീതിക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഉരുളൻകിഴങ്ങ് മാത്രം മതിയാവും. പിന്നെ ചെറുതായിട്ട് നമ്മളൊരു മസാജൊക്കെ കൊടുക്കുക കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ അങ്ങനെ ഒരു മസാജൊക്കെ കൊടുത്ത് ഇവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടണത്. പിന്നെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു മസാജൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ നല്ല രീതിക്ക് ആക്കി കിട്ടാനൊക്കെ ആയിട്ട് അത് നല്ലതാണ് കേട്ടോ. ഈ ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കറുപ്പ്. എൻ്റെയും ഈ ഭാഗത്ത് തന്നെയാണ്. ഇവിടേക്ക് ഇല്ലെങ്കിൽ ഈ ഭാഗത്താണ് കറുപ്പ്. അപ്പോൾ നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ എൻഡിൽ കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് തന്നെ ഒരു ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ മസാജുകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വൈകുന്നേരങ്ങൾ നമ്മൾ കിടക്കുമ്പോൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് ഒരു മസാജ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ പലരും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഇപ്പോഴും നമുക്ക് ഉണ്ട്. അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു ഗുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.